നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. നിങ്ങൾക്ക് PCOD ആണോ അതോ എൻഡോമെട്രിയൽ സിസ്റ്റ് ആണോ എന്ന് ഉള്ളത് തിരിച്ചറിയേണ്ടത് പീരീഡ്സ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ എല്ലാവർക്കും അത് അത്യാവശ്യമാണ്. കാരണം ഈ PCOD എന്ന് പറഞ്ഞ മാരക രോഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡയബറ്റീസ്, അതേപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ PCODയുടെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇൻ്റർമിറ്റൻ്റ് പീരീഡ്സ് ആണ്, ചിലപ്പോൾ ഹെവി ഫ്ലോ കാണും, അതോടൊപ്പം ഹെയർ ഗ്രോത്ത് വരും, വണ്ണം വയ്ക്കും, മുഖക്കുരു വരും. ഇതൊക്കെയാണ് PCODയുടെ ലക്ഷണങ്ങൾ. പക്ഷേ എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ അവർ അധികം വണ്ണം വയ്ക്കത്തില്ല, മെലിഞ്ഞിരിക്കും, ക്ഷീണമൊക്കെ ഉള്ളവരായിരിക്കും. അവർക്ക് മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര അതികഠിനമായ വേദനയാണ് പീരീഡ്സ് സമയത്ത്. മരുന്ന് കഴിച്ചാൽ മാത്രമേ അവർക്ക് ആ വേദന മാറത്തുള്ളൂ. അതേപോലെ പീരീഡ്സ് അല്ലാത്തപ്പോഴും അവർക്ക് നല്ല ബാക്കേക്ക് ഉണ്ടാകും. പിന്നെ എൻഡോമെട്രിയോസിസിൽ ഈ ഇറഗുലർ മെൻസസ് ഉണ്ടാവാം, ഹെവി ഫ്ലോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ വേദന തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റി ബാധിക്കുന്നത് PCOD ആണെങ്കിലും എൻഡോമെട്രിയോസിസും PCOD ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയം നമ്മുടെ യൂട്രസിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് അവിടെയൊക്കെ ഇൻഫ്ലമേഷനും സ്കാറിങ്ങും ഒക്കെ വന്ന് ചിലപ്പോൾ ഓവറി രണ്ടും ഒട്ടിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ് പൊട്ടുക. അങ്ങനെ നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റുകൾ കാണാൻ പറ്റും. അതേപോലെ PCOD ആണെങ്കിലും ഹോർമോൺ ടെസ്റ്റും അതുപോലെ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഓവേറിയൻ ഫോളിക്കിൾസ്, മെച്ചുർ ആവാത്ത ഓവേറിയൻ ഫോളിക്കിൾസ് കാണാൻ കഴിയും. അപ്പോൾ ഇത് സാധാരണഗതിയിൽ വളരെ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വഫലങ്ങളുള്ള ഹോർമോൺ ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ഈ രണ്ട് രോഗങ്ങളും മാറ്റാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.